ഹായ് അസ്സാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരളീയരുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണ് ഉണ്ണിയപ്പം. എത്ര കഴിച്ചാലും മതി വരാത്ത പലഹാരം കൂടിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇവിടെ ഒരു ബൗളിൽ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് 2-3 തവണയായി കഴുകിയെടുക്കാം. ഇപ്പോൾ പച്ചരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 2 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ പച്ചരി കുതിർത്തിയതിന് ശേഷം വെള്ളം വാലാൻ വെച്ച് ഒരു കോട്ടൺ തുണിയിൽ ഒപ്പിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തെടുത്ത പച്ചരി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, 4 ഏലക്കയുടെ കുരു, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. പച്ചരി നന്നായി പൊടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സി ജാറിൽ തന്നെ 3 പാളയൻകുടം പഴം ചേർക്കാം. എന്നിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. ഇപ്പോൾ പഴം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 പപ്പടമാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കുതിർക്കാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി ഉണ്ടാക്കാനായി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ശർക്കര ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. ശേഷം ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെ പച്ചരി പൊടിച്ചതിലേക്ക് പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത പാളയൻകുടം പഴം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞെടുത്ത് നാളികേരം ചേർത്ത് വറുത്തെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലുള്ള നാളികേരക്കൊത്താണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും കോരിയെടുക്കാം. ഇപ്പോൾ പപ്പടം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടീസ്പൂൺ വെച്ച് ഇളക്കി കൊടുത്ത് പേസ്റ്റ് ആക്കിയെടുക്കാം. ഇപ്പോൾ പപ്പടം പേസ്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി ഇത് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ എള്ള്, വറുത്തെടുത്ത നാളികേരക്കൊത്തുമാണ്. പിന്നെ നെയ്യോട് കൂടി തന്നെയാണ് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പം ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്വാദ് കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ചേർത്ത് കൊടുക്കുമ്പോൾ 1/4 ഭാഗം ഫിൽ ചെയ്താൽ മതിയാകും. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഉണ്ണിയപ്പം കംപ്ലീറ്റ് ആയി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം.
ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല സോഫ്റ്റും നല്ല സ്വാദിഷ്ടവുമായ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.